ഒരുളുപ്പുമില്ലാതെ വയനാട് ടൗൺഷിപ്പിന്റെ ഉദ്ഘാടന വേദിയിൽ വന്നിരുന്ന പ്രതിപക്ഷ MLA-മാരെ, കല്ലിടൽ കള്ളന്മാരെ ഒറ്റ വാക്കുകൊണ്ട് പൊളിച്ചടുക്കി വിട്ടിട്ടുണ്ട് മന്ത്രി കെ രാജൻ. ഇതിലും വലിയൊരു അപമാനം പ്രതിപക്ഷത്തിന് ഇനി ഉണ്ടാകാൻ ഇടയുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമായിരിക്കും. ഞങ്ങൾ കല്ലു മാത്രം ഇട്ടു പോകുന്നവരല്ല. കല്ലിട്ടാൽ കല്ലിൽ കല്ല് വെക്കും, കല്ലിന്റെ മീതെ കല്ല് കെട്ടും, അതൊരു വീടാകും. അത് തീരുമാനിച്ച മനുഷ്യന്റെ കൈകളിലേക്ക് എന്നെ സമ്മാനിക്കും. കിട്ടിയ കാശ് എത്ര പേർക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതുകൊണ്ട് ഹരിച്ച് ആ തുക ഓരോരുത്തരുടെയും കയ്യിൽ ഏൽപ്പിച്ചാൽ നിങ്ങൾക്ക് പണി നിർത്തി അങ്ങ് പോയിക്കൂടെ? എന്തിനാണ് നിങ്ങൾ ഈ പണം ഇങ്ങനെ എടുത്തു വെച്ച് ആർക്കും കൊടുക്കാതെ സൂക്ഷിക്കുന്നത്? എത്രയേറെ വിമർശനങ്ങൾ, എത്രയേറെ അഭിപ്രായ പ്രകടനങ്ങൾ. ഒന്നും കുലുങ്ങിയില്ല ഇച്ഛാശക്തിയുള്ള ഈ കേരളം. സാധാരണ ഒരു വീട് നിർമ്മിക്കുമ്പോ 3 അടി താഴ്ചയിലേക്ക് വാരമെടുത്താൽ മതി. എന്നാൽ ഈ വീടുകൾ നിർമ്മിച്ചത് ഒരു ദുരന്തത്തിനും ഇനി ഈ വീടുകളെ, ഈ മണ്ണിനെ, മനുഷ്യനെ വിട്ടുകൊടുക്കരുത് എന്ന് നിർബന്ധമുള്ളത് കൊണ്ട് ഡിസാസ്റ്റർ എഞ്ചിനീയറിംഗിന്റെ സാധ്യത കൂടി പരിഗണിച്ചുകൊണ്ടാണ് 10 അടി താഴ്ചയിലേക്ക് കുഴിയെടുത്ത് പില്ലറ് കെട്ടി അവിടെ തീർക്കുന്ന 410 ഭവനങ്ങൾ. കുറച്ചെങ്കിലും ഉളുപ്പുണ്ടായിരുന്നെങ്കിൽ പ്രതിപക്ഷത്തെ ഒരു MLA-മാരും വയനാട് ടൗൺഷിപ്പിന്റെ ഉദ്ഘാടന വേദിയിലേക്ക് കടന്ന് വരില്ലായിരുന്നു, അവിടെ ഇരിക്കില്ലായിരുന്നു. കാരണം പിണറായി സർക്കാരിന്റെ ജനങ്ങളെ, ദുരിതത്തിൽ അകപ്പെട്ടു പോയ, ജീവിതം കൈവിട്ടുപോയ ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന നല്ല പ്രവർത്തനങ്ങളെ, ആ പ്രവർത്തനങ്ങളെ ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിച്ച പ്രതിപക്ഷം ലേശം എങ്കിലും ഉളുപ്പുണ്ടായിരുന്നെങ്കിൽ ആ വേദിയിൽ വന്നിരിക്കില്ലായിരുന്നു. പക്ഷേ അവിടെയും ഞങ്ങൾക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല എന്നുള്ള മട്ടിലായിരുന്നു പ്രതിപക്ഷത്തിന്റെ കോൺഗ്രസ് MLA-മാരുടെ കൃത്യമായിട്ടുള്ള ആ വേദിയിലേക്കുള്ള കടന്നുവരവും അവിടെയുള്ള ഇരുത്തവും. എടുത്തു പറയേണ്ടത് ടി സിദ്ദിഖിനെ കുറിച്ചാണ്. ടി സിദ്ദിഖ് പിണറായി സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളെ, അതിലുപരി വയനാട് ദുരിതബാധിതരെ സംരക്ഷിച്ചു നിർത്തുന്നതിനെതിരെ ഒരുപാട് വിമർശനങ്ങൾ ഉയർത്തിയ വ്യക്തികളിൽ ഒരാളായിരുന്നു. അതേ ടി സിദ്ദിഖ് തന്നെ ഈ ടൗൺഷിപ്പ്, വയനാട് ടൗൺഷിപ്പ് സാധാരണക്കാരായ ദുരിതത്തിൽ അകപ്പെട്ട ജനങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കുന്ന ദിവസം ആ വേദിയിൽ വന്നിരുന്നപ്പോൾ കെ രാജൻ പറഞ്ഞു വച്ച വാക്കുകൾ കൃത്യമാണ്. അതിൽ യാതൊരു തരത്തിലുള്ള തെറ്റുമില്ല എന്ന് ഇവിടുത്തെ ജനങ്ങൾക്ക് ബോധ്യമാകുന്ന സാഹചര്യം. മന്ത്രി കെ രാജന്റെ വാക്കുകൾ ആ ഒരു വേദിയിൽ മുഴങ്ങി കേൾക്കുമ്പോൾ ജനങ്ങളുടെ കയ്യടി, അതുതന്നെയാണ് പ്രതിപക്ഷത്തിനുള്ള മറുപടി. ഒറ്റ വാക്കിൽ പറഞ്ഞു നിർത്തുകയാണ് മന്ത്രി കെ രാജൻ കാര്യങ്ങളെല്ലാം. ഒരു കല്ലിടുന്നു, ആ കല്ലിന്റെ മുകളിൽ മറ്റൊരു കല്ലിടുന്നു, അതിന്റെ മുകളിൽ പിന്നെയും കല്ലിടുന്നു, ആ കല്ലുകൾ കൂടി ചേർന്നൊരു വീടാകുന്നു. ആ വീട് എത്തേണ്ടവരുടെ കയ്യിൽ, അർഹതപ്പെട്ടവരുടെ കയ്യിൽ എത്തിക്കുക എന്നുള്ള ദൗത്യം സമ്പൂർണമായി പിണറായി സർക്കാർ തീർത്തിരിക്കുന്നു, അല്ലെങ്കിൽ പ്രാവർത്തികമാക്കിയിരിക്കുന്നു എന്നുള്ള കൃത്യമായിട്ടുള്ള സത്യം. ശരിയല്ലേ? കല്ലിടുന്നു എന്ന് പറയുന്നതല്ലാതെ ഒരു കല്ല് പോലും വയനാട് ദുരിതബാധിതർക്ക് വേണ്ടി വയനാട് പ്രദേശങ്ങളിൽ ഈ പറയുന്ന കോൺഗ്രസ്സുകാരോ പ്രതിപക്ഷത്തിലെ ഫണ്ട് പിരിച്ച്, സാധാരണക്കാരുടെ കയ്യിൽ നിന്നും ഫണ്ട് പിരിച്ച് കീശയിലാക്കിയ നേതാക്കന്മാരോ ചെയ്തിട്ടില്ല. ആ സാഹചര്യത്തിലാണ് മന്ത്രി കെ രാജൻ ടി സിദ്ദിഖ് അടക്കമുള്ള കോൺഗ്രസിന്റെ MLA-മാരെ വേദിയിലിരുത്തിക്കൊണ്ട് തന്നെ ഇത്തരത്തിൽ പൊളിച്ചടുക്കി വിട്ടിട്ടുള്ളത്. ഇതിലും വലിയൊരു അപമാനം പ്രതിപക്ഷത്തിന് ഇനി വരുവാനുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. എന്തായാലും ശരി, മന്ത്രി കെ രാജന് ഒരു സല്യൂട്ട് കൂടി ഈ സാഹചര്യത്തിൽ പറഞ്ഞു വെക്കുകയാണ്. കാര്യം, വയനാട് ദുരിതബാധിതരായ സാധാരണക്കാരായ ജനങ്ങളെ, ജീവിതം കയ്യിൽ നിന്നും അകന്നു പോകുമെന്ന് പേടിച്ച് ഭയന്നു നിന്ന ജനങ്ങളെ, അവരെ പറ്റിച്ച്, ആ പറ്റിച്ച കാശ് കൊണ്ട് പുട്ടടിച്ച കോൺഗ്രസിനെയും പ്രതിപക്ഷത്തെയും അവരെ വേദിയിലിരുത്തിക്കൊണ്ട് അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്തു കൊടുത്ത പിണറായി സർക്കാരിന്റെ ആ ധൈര്യത്തെ, കരുത്തിനെ ആ ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചിട്ട് ഇതേ കുറ്റം പറഞ്ഞ പ്രതിപക്ഷത്തെ വേദിയിലിരുത്തിക്കൊണ്ട് അവിടുത്തെ ജനങ്ങളുടെ കണ്ണീരൊപ്പുവാൻ പിണറായി സർക്കാർ കാണിച്ച മനസ്സ്, ആ മനസ്സിനെ വീണ്ടും വീണ്ടും ജനങ്ങൾക്ക് മുമ്പിൽ വാക്കുകൊണ്ട് പ്രതിഫലിപ്പിച്ച മന്ത്രി കെ രാജനും വലിയൊരു അഭിനന്ദനം അറിയിക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ.